ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ കുഞ്ഞുമച്ചൻ. ഇതാണ് എൻ്റെ ഒരു കോൺസോളാണിത്. ഇതിൻ്റെ പേര് സുപ്പ് എന്നാണ്. ഇതൊരു റെട്രോ ഗെയിമിംഗ് കോൺസോളാണ്. അപ്പം എൻ്റെ പേര് പോലെ സൂപ്പറാണ്. ഇതിൻ്റെ മേളിലുള്ള ഞാൻ സ്വിച്ചിനൊക്കെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇത് ഓൺ ഓഫ് സ്വിച്ചാണ്. ഇങ്ങോട്ടാക്കുമ്പോൾ ഓൺ ആവും, ഇങ്ങോട്ടാക്കുമ്പോൾ ഓഫ് ആവും, അങ്ങനത്തെ സംഭവമാണ്. ഇത് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. കൺട്രോളർ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതൊക്കെയാണ് ബട്ടൺസ്. പിന്നെ ഇവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളതുണ്ട്. പിന്നെ പുറകിൽ ബാറ്ററി ഉണ്ട്. ഇത് ഞാൻ ഒട്ടിച്ച സ്റ്റിക്കറാണ് കേട്ടോ, അല്ലാണ്ട് അവർ തന്നൊന്നുമല്ല. ഇതാണ് നമ്മുടെ ബാറ്ററി. സ്റ്റിക്കർ എനിക്ക് കുറച്ച് നാളായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല സ്റ്റിക്കർ. പിന്നെ കേസ് ഇത് ഓൺ ഇത് സ്റ്റാർട്ട് ബട്ടൺ ഗെയിമൊക്കെ ഓൺ ആക്കാനുള്ളത്. പിന്നെ വരുമ്പോഴത്തേനും കൺട്രോളർ ഞാൻ കാണിച്ചില്ലേ, ഞാൻ കാണിച്ചു തരാതെ. ഇതാണ് കേസ് കൺട്രോളർ. അല്ല, മാസ് കാണിക്കാനും പറ്റുന്നില്ലല്ലോ. ഇതാണ് കേസ് കൺട്രോളർ. ഇങ്ങനെയാണ് നമ്മുടെ കേട്ടില്ലേ നിങ്ങൾ? സൗണ്ട് നോക്കില്ല, ഞാൻ മൈക്ക് കുറച്ച് താഴെ പിടിച്ച. ഇതാണ് കേസ് നമ്മുടെ കൺട്രോളർ. ഇപ്പോൾ ഞാൻ ഫേസ് ക്യാം ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഒരു മൊബൈലാണെങ്കിൽ ചാർജ് ചെയ്യാനിട്ടേക്കും, അതുകൊണ്ട് ഫേസ് ക്യാം ഇടുന്നില്ല. അപ്പോൾ ഇവിടം വഴി കണക്ട് ചെയ്തിട്ട് ഇത് വയേർഡാണ് കേട്ടോ, അത് വയേർഡ് കൺട്രോളറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതെന്ന് വെച്ചാൽ കോൺട്ര ബീറ്റ് ചെയ്യാൻ പോവാണ്. അവസാനത്തെ ലെവലാണ്, കുറച്ച് ഹാർഡാണെന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് ബീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പറ്റുമെന്ന് പോലും അറിയത്തില്ല. നിങ്ങൾക്ക് ഈ സാധനം വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലല്ല, കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഇതിനെ എങ്ങാണ്ടും ഞാൻ വാങ്ങിച്ച് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ്. അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് 1000 രൂപ എങ്ങാണ്ടും ആയതാണ്. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ കൺട്രോളർ. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരെണ്ണം കൂടി കിട്ടും. ഈ കൺട്രോളർ ഇല്ലാണ്ട് കിട്ടുന്നതാണ്. അതിനെങ്ങാണ്ടും 600 എങ്ങാണ്ടും തോന്നുന്നു. ഇപ്പം നമുക്ക് ഓർഡർ ബീറ്റ് ചെയ്യണതിന് മുമ്പ് ഇതെങ്ങനെ എടുക്കണമെന്നൊന്ന് കാണിച്ചു തരാം. ഇവിടെ ചൈനീസും ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യണത്. ചൈനീസ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. വ്യത്യാസം മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ. ചൈനീസിന് വേറെ മ്യൂസിക്, ഇംഗ്ലീഷിന് വേറെ മ്യൂസിക്. ഇപ്പോൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ നിന്ന് പോസ് ചെയ്തിട്ടൊന്ന് വേണമെങ്കിൽ വായിച്ച് നോക്കാം. അവിടെ കോൺട്ര 1 എന്നുണ്ട്. ഇതാണ് കോൺട്ര 1. ക്ലാരിറ്റി ഉണ്ടാവില്ല, കാരണം എൻ്റെ ക്യാമറ കുറേ നാളായതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കുന്ന കോൺട്ര 1ലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. ഇപ്പോൾ ഒരു ഹാക്കിംഗ് സ്ക്രീൻ പോലെ ഒരു സാധനം വരും കേട്ടോ. ഇത് കോൺട്രയിലെ എല്ലാ ഗെയിംസാണ്. കോൺട്ര ഇറക്കിയ എല്ലാ ഗെയിംസ്, അങ്ങനെ പറയാൻ പറ്റില്ല. പുതിയതായിട്ടും കുറേ എണ്ണം ഇറക്കിയിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു സമയത്തിലൊക്കെ ഇറക്കിയാൽ എല്ലാം ഇതും ഉണ്ട്. ഞാൻ മറന്നുപോയി, ഞാൻ ഓർക്കുമ്പോൾ പറയാം. എല്ലാ സ്റ്റേജസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് കിടക്കുന്നതാണ് ഏറ്റവും ഹാർഡ് ലെവൽ എന്നാണ് തോന്നുന്നത്. സോ ഇതാണ് കോൺട്ര. അപ്പോൾ നമുക്ക് കുറച്ച് സൗണ്ട് ഇടാം. ഒഫീഷ്യൽ സൗണ്ട്. ഞാൻ ആദ്യം ഇത് ആണ് കേട്ടോ, ഏലിയൻ സ്ലേയറോ അങ്ങനെ എന്താ പറഞ്ഞാണ് സംഭവം. നമുക്ക് കളിച്ചു നോക്കാം. ഇതിനകത്താണെങ്കിൽ നമ്മൾ ചാവും, കാരണം ഞാൻ ഫസ്റ്റിലായതുകൊണ്ട് ചത്തിട്ട് റിസ്പോണായിട്ട് കൊല്ലാനേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് വെറുതെ കൊല്ലാനൊന്നും പറ്റത്തില്ല. ഈ മൈക്ക് എനിക്ക് എന്തായാലും ഒന്ന് കാണിക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല സാധനം. ഓക്കെ, അപ്പം ഞാൻ സാധനം ഒന്ന് മര്യാദ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ കൺട്രോളറിലാണ് കളിക്കണം. അപ്പം ഈ സാധനം മാത്രമേ കൺട്രോളറിൽ എങ്ങാനും കളിക്കാൻ പറ്റുള്ളൂ. ആ പറന്നു തന്നെയാണ് കേസ് നമ്മുടെ ഉണ്ടേൻ്റെ എന്തോ സാധനം. ഉണ്ടേൻ്റെ ഇല്ലല്ലോ, ഉണ്ട ചേഞ്ച് ചെയ്യാനുള്ള എന്തോ ഒരു സാധനമാണ്. അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ ചാവണേന്ന് ഓർത്തിട്ടുണ്ട്.
ചേടാ, അപ്പം നമുക്ക് പുറയിലേക്ക് പോകാൻ പറ്റൂല കേട്ടോ. എനിക്ക് ആ സാധനം എടുക്കണം എന്നുണ്ടായിരുന്നു, നടക്കത്തില്ല. ഒന്നുകൂടെ നോക്കാം. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മെഷീൻ ഗണ്ണ് മോഡാണ്. ഞാനെന്തിനാ ക്യാമറ നോക്കണം? ഓ ഓ അയ്യോ എൻ്റെ മോനെ. ഓ ഷിറായ് മോൺസ്റ്റർ. ഇത് തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ ഇതിൻ്റെ മേളിൽ ഇവിടെയായിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ആവും. മെഷീൻ ഗണ്ണ് പോലെ തന്നെ പോക്കും. അപ്പം ഞാൻ വേഗം ഒന്ന് ബീറ്റ് ചെയ്യട്ടെ. എനിക്കിപ്പോൾ ഞാൻ കൊന്നേ. ഇതാണോ തീർന്നു കളി? ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഉണ്ടെന്ന് തോന്നുന്നു ബോസുകൾ. എന്നെ കൊല്ലാൻ എന്നോടാ നീയൊക്കെ എന്നെ കൊല്ലുവാടാ. നിങ്ങളൊക്കെ കൊല്ലാൻ പഠിപ്പിച്ച എന്നെ കൊല്ലുവാടാ നീയൊക്കെ. അപ്പം ഇങ്ങനത്തെ ഗെയിംസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ ഇനി ഇറക്കുന്നതാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഷോർട്ടായിട്ട് എനിക്ക് ഇടേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, അപ്പം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കിട്ടിയില്ല സാധനം. കിട്ടി, കൈ വിട്ടുപോയി. ഓക്കെ, അപ്പം നമ്മളിത് പൊട്ടിക്കാൻ എന്തൊക്കെ ആയിട്ടുണ്ട്. ഒരു സൗണ്ട് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. എന്തിൻ്റെ ആണെന്നൊന്നും ഓർമ്മയില്ല. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് വെടിവെക്കണമെങ്കിൽ വെടിവെക്കാം. ഇപ്പോൾ നമുക്ക് ഇത് മെഷീൻ ഗണ്ണ് പോണാണ്. ഇപ്പം എനിക്ക് താഴത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് താഴത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ ഇപ്പം അവനൊക്കെ വെടിവെച്ചില്ലായിരുന്നു പോണ്. അപ്പോൾ അവനൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പം ചത്തേന കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യം റെക്കോർഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് ഇല്ലെന്നും പറഞ്ഞ് കാണിക്കുമായിരുന്നു. ഞാൻ നോക്കുമ്പോഴത്തേനും 30 GB എങ്ങാണ്ടും ഉണ്ട്. എന്തിന്? ഇത് മൊബൈലിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ കോൺസോളിൻ്റെ അകത്തല്ല. ഇത് ഗെയിം കയറ്റാനൊന്നും പറ്റില്ല. എന്നാലും ഇതിൻ്റെ പ്രീ ലോഡർ കുറേ ഗെയിംസ് ഉണ്ട്. 400 ഗെയിംസ് എങ്ങാനുണ്ട്. ശരിക്കും 400 ഗെയിംസ് ഒന്നും ഇല്ല എൻ്റെ ഇതിനകത്ത്. പൊന്നു, അത് ഇഞ്ചാതിയായിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ അകത്ത് 400 ഇല്ല. ഉള്ളത് തന്നെയാണ് 400 എന്നൊക്കെ പറയുന്നത്. ശരിക്കും അങ്ങനെ വേണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം എന്നിട്ട് ഞാനത് എടുത്ത് നോക്കിയപ്പോഴത്തേനും സാധനത്തിൻ്റെ അത് മൊത്തം പഴയ ഫോട്ടോസും വീഡിയോസൊക്കെ സേവ് ആയിരിക്കുമോ? നിങ്ങൾ പറ്റുമെങ്കിൽ നോക്കുക കേട്ടോ. സേവ് ആയിരിക്കുമെന്നല്ല, അതിൻ്റെ ഫയലൊക്കെ കറക്റ്റൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുക. ഒരിക്കലും പോയിട്ടില്ല. എങ്ങാണ്ട് 4-5 GB എങ്ങാണ്ടും ഉണ്ടായിരുന്നത്. GB അയ്യോ 7 GB എങ്ങാണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് മൊത്തം 30 GB ആയിരുന്നു അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ആകെ ഉള്ളത്. അതിൻ്റെ അകത്ത് 30 GB ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെന്നാണ് കാണിച്ചത്. ഇതൊന്നും സാധനം ചെലന്തി മനുഷ്യനും എന്നെ കൊന്നിട്ട് പറന്നു പോണ ഒരു സാധനമാണല്ലോ. നീയൊക്കെ വാടങ്ങി. നീ എന്നെ കുറേ അറിയാണ്ട്. ഈ ജോർജ് സാറ് നിന്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ജോർജ് സാറിനെ കുറേ അറിയാണ്ടോ. എൻ്റെ പൊന്നോ ചെലന്തി, അതെന്ത് സാധന? ഞാൻ എന്തായാലും ഇപ്പം തന്നെ പൊട്ടിക്കാൻ പോണേ. പൊട്ടിക്കാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, ആദ്യത്തെ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. എന്നെ എടുത്തോണ്ട് ഞാൻ മറ്റൊന്നെ നോക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. മേളിലേക്ക് ഇപ്പം കയറി വരും. ഇല്ല, ചേടാ അടിച്ചടാ. ഇപ്പോൾ നമുക്ക് ഹാർട്ടിനെയാണ് പൊട്ടിക്കേണ്ടത്. ചേടാ, അത് നമുക്ക് പറന്നൊക്കെ പോകാൻ പറ്റുമായിരുന്നെ പൊളിയായിരുന്നു. ഇനി മേളിലേക്ക് മാത്രമായിട്ട് ഫയർ ചെയ്ത് തന്നാൽ മതി കുറച്ച് നേരം. ഇത് സ്ലോയിൽ കൊല്ലാം കേട്ടോ. വേണമെങ്കിൽ ഞാൻ സ്പീഡിൽ കൊല്ലം ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഹാർട്ട് സ്പീഡിൽ പൊട്ടിക്കണ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അവസാനം കാണിച്ചു തരാം. 9 മിനിറ്റ് വീഡിയോ. ഞാൻ ഇപ്പം തന്നെ പൊട്ടിക്കാൻ പോകണമല്ലോ. കാര്യം പിന്നിക്കാം. ഇനി ചാവടാ ഹാർട്ടിയൊക്കെ. ഗെയ്സ്, അവസാനം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കോൺട്രാ ബീറ്റഡ് ഹാർഡസ്റ്റ് ലെവൽ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. എന്തോ കട്ട്സീൻ എന്തോ ഉണ്ട് കേട്ടോ.
ഒന്നും നിർത്തിക്കോട്ടോ. ഞാൻ ജസ്റ്റേ നിങ്ങൾക്ക് മറ്റേ കട്ട് സീൻ ഒന്ന് കാണിച്ചു തരാം. കട്ട് സീനുള്ള എങ്ങനെയാണ് വേഗം ഹാർട്ടൊന്ന് പൊട്ടിക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം കഴിച്ച് ഈ ഹാർട്ടിനെ വേഗം എങ്ങനെ പൊട്ടിക്കണമെന്ന്. നിങ്ങൾ ഈ 2 ബട്ടണിലായിട്ട് പ്രസ് ചെയ്യുക. ഈ 2 ബട്ടണിലായിട്ട് മേളിലും താഴത്തുമായിട്ട് ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ആയിട്ട് മേളിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. സോറി കണ്ടോ. അപ്പോൾ ഇത് ഓക്കെ, ഒറ്റയടിയാൻ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് കോൺട്ര വീണ്ടും ബീറ്റ്. അപ്പോൾ ഇത് 2 പ്രാവശ്യം. ഇനി ഞാൻ സ്പീഡ് റൺ ഇടും വീണ്ടും. അതൊന്ന് കാണണേ. ബൈ ഗൈസ്.